മാഡം അയാളൊരു രോഗിയാണ്, അവശനാണ്, സ്റ്റെപ്പ് കയറി വരാൻ പറ്റാത്തതുകൊണ്ടാണ്. മാഡം ഒന്ന് താഴത്ത് വന്ന് ഒപ്പിട്ടാ. ഞാൻ ഈ രജിസ്റ്റർ എടുത്തോണ്ട് താഴെ വരണം, എന്നിട്ട് ഒപ്പിടിക്കണം. അതെ മാഡം. ആധാരം എഴുതാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. നടക്കില്ല സുഗത. അല്ല, ഈ ഒരു അവസ്ഥയില് നടക്കില്ല. പതുക്കെ പതുക്കെ കയറിക്കോളൂ. കയറാലോ. ഇതേപോലത്തെ 2 സ്റ്റെപ്പും കൂടി ഉണ്ട്. കയറ്. പയ്യേ പയ്യേ. അതെ ചേട്ടാ, ഇതേപോലത്തെ 2 നിലയും കൂടി ഇല്ലേ? എങ്ങനെ കയറും? അതാ പറഞ്ഞപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ വിരൽ പതിപ്പിക്കുന്ന രജിസ്റ്റർ ഞാൻ എടുത്ത് താഴെ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ നടത്തണം? അതെ മാഡം, അതേ പറ്റൂ. അത് നടക്കില്ല എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അതിനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല അദ്ദേഹം. ഇപ്പൊ ഞങ്ങൾ പകുതി വഴി വന്നു, ഇനി 2 നില മുകളിലേക്ക് കയറാനുണ്ട്. അയാൾക്ക് പറ്റില്ല, അതുകൊണ്ടല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞങ്ങളുടെ നിയമം അതിനെ അനുവദിക്കില്ല. ഈ രജിസ്റ്റർ ഓഫീസിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അഥവാ വേണമെങ്കിൽ തന്നെ കോടതി ഉത്തരവ് വേണം. മാഡം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെ നിയമത്തിന്റെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല. ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഇതൊന്നും അവിടെ കൊണ്ടുപോയി ഒപ്പിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് മാഡത്തിന് ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങൾ ഈ പറയുന്ന മാനുഷിക പരിഗണന കൊണ്ട് ഞാൻ താഴെ പോയി രജിസ്ട്രേഷൻ നടത്തിയെന്നിരിക്കട്ടെ, അവിടെ കണ്ടു നിൽക്കുന്ന ഒരാള് ഫോട്ടോ എടുത്ത് സബ് രജിസ്ട്രാർ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിടോ ഒരു പരാതി കൊടുക്കുകയോ ചെയ്താൽ ഞാനാണ് അന്വേഷണം നേരിടേണ്ടി വരുന്നത്. ഒരാളും ചെയ്യില്ല മാഡം, ഞാൻ നോക്കാം. പിന്നെ മാഡം പറഞ്ഞ പോലുള്ള വൃത്തികേടുകൾ ആരെങ്കിലും ചെയ്യൂ? അത് പറയാൻ പറ്റില്ല. എന്റെ ഓഫീസിലുള്ളവരൊക്കെ തന്നെ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അതെ, ഇത് നടക്കില്ല. പിന്നെ എന്ത് വേണം മാഡം? മാഡം ഒരു വഴി പറഞ്ഞതാ. ഇയാളുടെ വീട്ടിൽ പോയി രജിസ്ട്രേഷൻ നടത്താനുള്ള വകുപ്പുണ്ട്. അപ്പൊ അതിനാവശ്യമായ രേഖകളും ഉത്തരവുകളും കൊണ്ടുവന്നാ ഞാൻ ആ വീട്ടിൽ പോയി രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാം. മാഡം, ഞാൻ അതിനുള്ള രേഖകൾ മുഴുവൻ കളക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇയാൾ ജീവിച്ചിരിക്കുമല്ലോ എന്ന് പറയാൻ പറ്റില്ല മാഡം. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഇവിടുന്ന് രജിസ്റ്റർ താഴെ കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടത്താൻ എനിക്കും പറ്റില്ല. അത് നിയമമല്ല. നിയമം വിട്ടൊരു കാര്യം ഞാൻ ചെയ്യേയില്ല. പറയരുത് മാഡം, എങ്ങനെയെങ്കിലും ചെയ്തു കൊടുത്ത്. ഹലോ, അതെ സാറേ. പുറത്തു നിൽക്കാണോ? ഇപ്പൊ തന്നെ ചെയ്യാം സാറേ. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. മന്മത, മന്ത്രിയുടെ PA വിളിച്ചത്. അദ്ദേഹത്തിന്റെ മോൻ എന്തോ ആക്സിഡന്റ് ആയിട്ടേ കാലൊടിഞ്ഞ് താഴെ കാറിലിരിക്കുക. മറ്റേ ലാൻഡിന്റെ രജിസ്ട്രേഷൻ നടത്തണ്ടേ? അതെല്ലാം ഓക്കെയാണ്. ഇവിടെ രജിസ്റ്റർ എടുക്ക് വേഗം. പിന്നെ സീലിന്റെ പാടൊക്കെ ഇവിടെ വേഗം എടുക്കാം. എടോ, വയ്യാത്ത ഒരാൾ കാറിലിരിക്കുമല്ലേ, ബുദ്ധിമുട്ടിക്കാമോ? അല്ല മാഡം, ഒരു അല്ല ഇല്ല ഇല്ല. എടോ, വേഗം വരാൻ.